ചുരുക്കമാണ്. കൊലപാതകത്തിന് ശേഷം അച്ഛൻ ശശീന്ദ്രന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഒരു കുലുക്കവുമില്ലാതെ ചടങ്ങുകൾ നടത്തിയ മകനെ കുടുക്കിയത് പോലീസിന് തോന്നിയ സംശയങ്ങളാണ്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെക്കുറിച്ച് പോലീസിന് കാര്യമായ വിവരങ്ങളൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മയൂർനാഥിനെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത കേട്ടു. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? മയൂർനാഥിന്റെ മരണം വിശദമായി അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. കഴിഞ്ഞ ദിവസമാണ് മയൂർനാഥിനെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കവേ അപസ്മാരം വന്നു മരിച്ചുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കുക. ജാമ്യത്തിലിറങ്ങിയ ശേഷം മയൂർനാഥ് താമസിച്ച തൃപ്പൂണിത്തുറയിലെ ബന്ധുവീട്ടിലും ജോലിയെടുത്ത തൃശൂരിലെ സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തും. ആരുടെ സഹായത്തോടെയാണ് നേപ്പാളിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. കേരളത്തിൽ നിന്ന് ബന്ധുക്കളെത്തിയ ശേഷമാണ് നേപ്പാളിൽ മയൂർനാഥിന്റെ മൃതദേഹം സംസ്കരിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് മയൂർനാഥ് പിതാവിനെ കടലക്കരയിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയത്. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും ഇതേ തുടർന്ന് ശശീന്ദ്രൻ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ഭക്ഷണം മയൂർനാഥ് മാത്രം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് കൃത്യമായ പദ്ധതിയോടെ നടപ്പാക്കിയ കൊലപാതകം പുറത്തു കൊണ്ടുവന്നത്. ഓൺലൈനിൽ വിഷവസ്തുക്കൾ വരുത്തി മയൂർനാഥ് സ്വയമാണ് വിഷം നിർമ്മിച്ചത്. ശശീന്ദ്രന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് ആയുർവേദ ഡോക്ടറായ മയൂർനാഥ്. തന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ അച്ഛനാണ് കാരണമെന്ന് വിശ്വസിച്ചിരുന്നെന്നും ഈ പകയാണ് ജീവനെടുക്കാൻ കാരണമായതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. ന്യൂസ് 18 തൃശൂർ.